ഇപ്പോൾ അല്പസമയത്തിനകം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഡൽഹിയിൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വാർത്താ സമ്മേളനം നടക്കും. ആ വാർത്താ സമ്മേളനത്തിൽ വെച്ച് എങ്ങനെയൊക്കെയാണ് രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നതെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. തീയതി കുറിക്കപ്പെടും, മുഹൂർത്തം കുറിക്കപ്പെടും. കേരളത്തിൽ എപ്പോഴായിരിക്കും, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എപ്പോഴായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വൈകുന്നേരം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു തീയതി കുറിക്കപ്പെടാനുള്ള നിമിഷങ്ങൾ എങ്ങനെയാണ് സംസ്ഥാനം നോക്കിക്കാണുന്നത്? വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകും. സെയ്ഫ് സൈനുലാബ്ദീൻ നേരത്തെ സംസാരിച്ച് തുടങ്ങിയതാണ്, അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. സെയ്ഫിലേക്ക് വീണ്ടും പോകുന്നു. സെയ്ഫ്, അപ്പോൾ സെയ്ഫ് സൂചിപ്പിച്ചു വന്നിരുന്നത് നേരത്തെ തന്നെ, ഇപ്പോൾ CPM നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് ജോലികൾ തുടങ്ങിയതാണ്. ഒരുപക്ഷെ ആദ്യഘട്ട പ്രചാരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. കോൺഗ്രസും അവരുടെ UDFും അവരുടെ പട്ടിക പുറത്തിറക്കി കഴിഞ്ഞു. ഇനി BJPയുടെ ലിസ്റ്റ് മാത്രമേ ഏറെക്കുറെ പുറത്തു വരാനുള്ളൂ, മുഴുവനാകാനുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ തീയതി ഏത് തരത്തിൽ, അതായത് തീയതി കുറഞ്ഞാലും സമയം കുറഞ്ഞാലും കൂടിയാലുമൊക്കെ പാർട്ടികൾ, മുന്നണികൾ എങ്ങനെയാണ് അതിനെ ഏറ്റെടുക്കുക, അതിനെ കാണുക, എങ്ങനെയാണ് കാര്യങ്ങൾ? സൈഫുദ്ദീൻ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ മഹോത്സവമാണ്. അത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്താണ് കേരള രാഷ്ട്രീയത്തിൻ്റെ സൗന്ദര്യമെല്ലാം അതേ രീതിയിൽ പുറത്തു വരുന്നത്. അത് ഓരോ വാചകങ്ങൾ പോലും രാഷ്ട്രീയമുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും സജീവമായി നിൽക്കുന്നത് CAയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. CAയിൽ ആരാണ് മുൻപന്തിയിലുള്ളത്, അതിനെ പ്രതിരോധിക്കാൻ ആരാണ് മുൻപന്തിയിലുള്ളത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. രണ്ട് രാഷ്ട്രീയ പാർട്ടികളും, പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ അതിനെ എതിർത്ത് തന്നെ രംഗത്തുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങളെ, വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് CAയെ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥികളെല്ലാം കളം നിറഞ്ഞു കഴിഞ്ഞു. 20 മണ്ഡലങ്ങളിൽ LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞ് കളിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചൂട് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. ത്രികോണ പോരാട്ടം നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലമായാലും, ആറ്റിങ്ങൽ മണ്ഡലമായാലും, തൃശ്ശൂർ മണ്ഡലമായാലും അവിടെ LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെയും എല്ലാം സ്ഥാനാർത്ഥികൾ ആയിക്കഴിഞ്ഞു. അവിടെ ആര് ജയിക്കും എന്നുള്ള ചോദ്യം അത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഓരോ വാചകങ്ങൾ പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന സമയമാണ്. ആ വാചകങ്ങളിൽ പിടിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട പോലും മാറ്റാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിലുണ്ട്. അങ്ങനെ എല്ലാ മുന്നണികളും കളം നിറഞ്ഞ് കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എത്ര സീറ്റ് LDFിന്, എത്ര സീറ്റ് UDFിന്, NDAക്ക് ഏതെങ്കിലും സീറ്റുകൾ കിട്ടുമോ എന്ന പ്രവചനത്തിലേക്ക് പോലും എത്താൻ കഴിയാത്ത തരത്തിൽ മുന്നണികൾ കേരളത്തിൽ സജീവമായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് മാത്രമല്ല, എല്ലാ ജില്ലകളിലും, തെക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, എപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് വരിക എന്നുള്ളത്. അവരെ സംബന്ധിച്ച് ഇനി പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. കാരണം ബൂത്ത് കമ്മിറ്റികളടക്കം സജീവമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി അവർ വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. രാഷ്ട്രീയം പറയാൻ വേണ്ടി നേതാക്കൾ തയ്യാറായി നിൽക്കുന്നു. എന്തായാലും ഒരു 3ാം ഘട്ടത്തോടു കൂടി, ഒരു ഏപ്രിൽ മാസം പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നൊരു ധാരണയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തിച്ചേർന്നുകൊണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി നിൽക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ ഉള്ളത്. ഇനി ഏതെങ്കിലും തരത്തിൽ കുറച്ച് പുറകിലോട്ട് പോയാൽ, ഇനി മെയ് മാസം ആദ്യത്തിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിയർക്കേണ്ട സമയമായിരിക്കും. കാരണം വലിയ ചൂടാണ്. അതിനിടയിലാണ് പ്രചരണ പരിപാടികൾ നടക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രംഗത്തെ ചെലവുകൾ വർദ്ധിച്ചു വരും. എന്തായാലും ഒരു ഏപ്രിൽ മാസം പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളത്. അതനുസരിച്ചുള്ള ഒരുക്കങ്ങളും പ്രചരണ രീതികളുമാണ് കേരളത്തിൽ ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്.